ഗോപൻ സ്വാമി സ്ഥാപിച്ച ക്ഷേത്രത്തിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ചിലർക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും ഇതിന്റെ പേരിലാണിപ്പോൾ ഗോപൻ സ്വാമിയുടെ മരണത്തിൽ ദുരൂഹത ആരോപിക്കുന്നത് എന്നുമാണ് കുടുംബത്തിന്റെ ആരോപണം. സമാധിയിലൂടെ വിവാദമായ അതിയന്നൂർ കാവുവിളാകത്ത് ഗോപൻ സ്വാമി ജീവിതം ആരംഭിച്ചത് നെയ്ത്ത് തൊഴിലാളിയായാണ്, പിന്നീട് ചുമട്ട് തൊഴിലാളിയുമായി. ആത്മീയതയുടെ വഴിയിലായതോടെയാണ് ക്ഷേത്രം നിർമ്മിച്ച പൂജ തുടങ്ങിയത്. ഗോപൻ സ്വാമി സമാധിയായിരിക്കാനായി 5 വർഷം മുൻപാണ് പത്മപീഠം നിർമ്മിച്ചത്. ഗോപൻ സ്വാമി ആകുന്നതിന് മുൻപ് മണിയൻ എന്ന പേരായിരുന്നു പ്ലാവിളയിലായിരുന്നു ആദ്യം താമസിച്ചിരുന്നത്. ഇവിടെ വെച്ചാണ് നെയ്ത്ത് തൊഴിൽ ചെയ്തത്. പിന്നീട് ചുമട്ട് തൊഴിലാളിയായി. ഇവിടെ നിന്ന് പിന്നീട് ആറാലുമൂട്ടിലേക്ക് കുടുംബത്തോടൊപ്പം താമസം മാറുകയായിരുന്നു. നെയ്യാറ്റിൻകരയിലെ ഗോപൻ സ്വാമിയുടെ സമാധി പൊളിക്കാൻ അനുവദിക്കില്ല എന്നാവർത്തിച്ച മകൻ രംഗത്ത്. നിയമ നടപടിയെക്കുറിച്ച് ഹിന്ദു ഐക്യവേദി തീരുമാനിക്കുമെന്നും ഗോപൻ സ്വാമിയുടെ മകൻ മാധ്യമങ്ങളോട് പറഞ്ഞു. സമാധി പോസ്റ്റർ അച്ചടിച്ചത് താനാണ്. വ്യാഴാഴ്ച ആലുമൂടിലുള്ള സ്ഥലത്ത് നിന്നാണ് പ്രിന്റ് എടുത്തത് എന്നും ഗോപൻ സ്വാമിയുടെ മകൻ പറയുന്നു. പോലീസ് ഇന്നലെയും മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ഇതുവരെ പോലീസ് നോട്ടീസ് നൽകിയിട്ടില്ലെന്നും സനന്ദൻ കൂട്ടിച്ചേർത്തു. ദുരൂഹ സമാധി 2 ദിവസം കഴിഞ്ഞ് പൊളിക്കാനാണ് തീരുമാനം. ഇതിനുള്ളിൽ ഹൈന്ദവ സംഘടനകളുമായി പോലീസ് ചർച്ച നടത്തും. കുടുംബാംഗങ്ങളുടെ മൊഴിയിൽ വൈരുദ്ധ്യമുള്ളതിനാൽ കല്ലറ പൊളിച്ച് പരിശോധന നടത്തണമെന്ന് സംഘടനകളുമായി ഇന്നലെ നടന്ന പ്രാഥമിക ചർച്ചയിൽ സബ് കളക്ടറും പോലീസും അറിയിച്ചിട്ടുമുണ്ട്. നിലവിൽ നെയ്യാറ്റിൻകര ആറാലമ്മൂട് സ്വദേശി ഗോപൻ സ്വാമിയെ കാണാനില്ല എന്ന പരാതിയാണ് നെയ്യാറ്റിൻകര പോലീസ് എടുത്തിരിക്കുന്നത്. നാട്ടുകാർ നൽകിയ പരാതിയിലാണ് പോലീസിന്റെ കേസ്. എന്നാൽ അച്ഛൻ സമാധിയായെന്നും കുടുംബാംഗങ്ങൾ ചേർന്ന് സംസ്കാര ചടങ്ങുകൾ നടത്തി കോൺക്രീറ്റ് സ്ലാബ് സ്ഥാപിച്ചുവെന്നുമാണ് ബന്ധുക്കൾ പറയുന്നത്. സമാധി തുറക്കാൻ അനുവദിക്കില്ല എന്നാണ് കുടുംബത്തിന്റെ നിലപാട്. എന്നാൽ ഗോപൻ സ്വാമി അതീവ ഗുരുതരാവസ്ഥയിൽ കിടപ്പിലായിരുന്നുവെന്നും വ്യാഴാഴ്ച രാവിലെ പോയി കണ്ടിരുന്നെന്നുമാണ് അടുത്ത ബന്ധുവിന്റെ മൊഴി. വീട്ടുകാരുടെയും അടുത്ത ബന്ധുക്കളുടെയും പരസ്പര വിരുദ്ധമായ മൊഴിയാണ് പോലീസിന് മുന്നിലുള്ളത്. ഗോപൻ സ്വാമിയെ അപായപ്പെടുത്തിയതാകാമെന്ന നാട്ടുകാരുടെ പരാതിയും നിലവിലുണ്ട്. സമാധിയിടം പൊളിച്ച് മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള നടപടികൾ ആരംഭിക്കാനിരിക്കെയാണ് കുടുംബം വീണ്ടും പ്രതികരണവുമായി രംഗത്തെത്തിയത്. ധ്യാനത്തിനിരിക്കുന്നത് പോലെ ഇരിക്കുന്നതിനിടെയാണ് ഗോപൻ സ്വാമി സമാധിയായത് എന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ സുലോചന തിങ്കളാഴ്ച രാവിലെ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. ചെറിയ തുടുപ്പ് നെഞ്ചിലുണ്ടായിരുന്നു, പിന്നെ നിവർന്നിരുന്നു. ആ സമയത്ത് മോൻ പറഞ്ഞു, അമ്മ അച്ഛൻ പോയതാണെന്ന്. അച്ഛൻ സമാധിയായെന്ന് മോൻ പറയുകയും സാധാരണ ഇരിക്കുന്നത് പോലെ ആയിരുന്നില്ല അദ്ദേഹം ഇരുന്നിരുന്നത്. ധ്യാനത്തിനിരിക്കുന്നത് പോലെയാണ് ഇരുന്നത്. എന്റെ കല്യാണത്തിന് മുമ്പേ അദ്ദേഹത്തിന് ധ്യാനമുണ്ടെന്നും സുലോചന പറയുന്നു. രക്താതിസമ്മർദ്ദവും പ്രമേഹവും കാരണം പാറശാലയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഗോപൻ സ്വാമി തുടർന്നത്. ഏതാനും മാസങ്ങളായി ഗോപൻ സ്വാമി പുറത്തിറങ്ങാനാവാതെ കിടപ്പിലായിരുന്നു. സമാധിയാകുന്നതിന് 3 ദിവസം മുൻപ് ചികിത്സയ്ക്കായി ആശുപത്രിയിൽ പോയിരുന്നു. അച്ഛൻ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് സമാധിയിരുത്തത് എന്നും മക്കൾ പറയുന്നു. വ്യാഴാഴ്ച രാവിലെ 10:30യോടെയാണ് അച്ഛൻ നടന്നാണ് സമാധിപീഠത്തിലിരുന്നത് എന്നും തന്നെ നെറുകയിൽ കൈവച്ച് അനുഗ്രഹിച്ചുവെന്നും പൂജാരിയായ മകൻ രാജശേഖരനും പറഞ്ഞു. തിങ്കളാഴ്ച മൃതദേഹം പുറത്തെടുക്കാൻ നടപടി ആരംഭിച്ചെങ്കിലും പ്രതിഷേധത്തെ തുടർന്ന് മാറ്റിവെക്കുകയായിരുന്നു. കല്ലറ പൊളിക്കാൻ പോലീസ് എത്തിയതോടെ കല്ലറയ്ക്ക് മുന്നിൽ ഗോപൻ സ്വാമിയുടെ ഭാര്യയും ബന്ധുക്കളും കുത്തിയിരുന്നു പ്രതിഷേധിച്ചു. പോലീസ് നടപടി ഏകപക്ഷീയമാണെന്നായിരുന്നു കുടുംബത്തിന്റെ നിലപാട്. ബഹളമായതോടെ കല്ലറ പൊളിക്കൽ തൽക്കാലത്തേക്ക് നിർത്തിയും വെച്ചു. ബന്ധുക്കളുടെ ഭാഗം കൂടി കേൾക്കുമെന്ന് സബ് കളക്ടർ നിർദ്ദേശിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി. ഒടുവിൽ നെയ്യാറ്റിൻകര സമാധി വിവാദത്തിൽ ഗോപൻ സ്വാമിയുടെ കല്ലറ തൽക്കാലം പൊളിക്കില്ലെന്നും തീരുമാനമായി. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.